ദൈവത്തിന്റെ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ഞായറാഴ്ച പ്രഭാത ആരാധനയിലേക്ക് എല്ലാ പ്രിയമുള്ളവരെയും ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിലായിരുന്നുകൊണ്ട് ദൈവത്തെ നമുക്ക് സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന കർത്താവേ, നീ നൽകിയതായിട്ടുള്ള എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്തുന്നുണ്ട് നിന്റെ സന്നിധിയിൽ കർത്താവ് ഞങ്ങളുടെ പാനങ്ങളിൽ നിന്നെ ആരാധിക്കുവാൻ ഈ പ്രഭാതത്തിൽ വിശുദ്ധ ദിവസത്തിൽ ഞങ്ങൾ ഒരുങ്ങുന്നു. നിന്റെ കൃപ ഞങ്ങളുടെ മേൽ അധികമായി പകരണമേ കർത്താവെ. ഞങ്ങൾ നിന്റെ മുൻപാകെ സമർപ്പിക്കുന്ന ഞങ്ങളുടെ ഗാനങ്ങളും സമർപ്പണങ്ങളും ഞങ്ങളുടെ ജീവിതവും കർത്താവിനെ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അനുഗ്രഹപൂർണമായ ഒരു ആരാധന ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇന്ന് പ്രഭാതത്തിൽ സാധ്യമാകുവാൻ നിന്റെ പരിശുദ്ധാത്മാവിനാൽ നീ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളോട് കൂടെ ഇരിക്കണം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ആരാധനയുടെ ആരംഭത്തിനായി ജ്ഞാനകീർത്തനങ്ങളിൽ 193 കീർത്തനം. ജ്ഞാനകീർത്തനങ്ങളിൽ 193 ആദ്യത്തെ 2 ചരണവും 5-ാമത്തെ ചരണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനമുണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ യാത്രങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ,
പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് നിങ്ങൾ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയവരങ്ങളെ ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. ഈ വിശുദ്ധമായ ശാന്തസമയം ദൈവിക കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പ്രയോജനമായി തരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തികയ്ക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിപ്പാനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏച്ചു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയതായിട്ടുള്ള എല്ലാ കുറവുകളെയും കുറ്റങ്ങളെയും പാപങ്ങളെയും സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റവും വിനയമുള്ള ഹൃദയത്തോടെ അനുതാപമുള്ള ഹൃദയത്തോടെ നമുക്ക് ഏറ്റു പറയണം. മൂന്നാമത്തെ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി അകറ്റം പോകണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. ദൈവമേ, ദുർബലമായ ഹൃദയം നിന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ തരണമേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സിലുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ആമേൻ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്ന അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. ദൈവവചന ശുശ്രൂഷയ്ക്കായി നമുക്ക് ഒരുങ്ങാം. 100-ാം സങ്കീർത്തനം നമുക്ക് ചേർന്ന് വായിക്കാം. കർത്താവിനെ സ്തുതിപ്പിൻ. സകല ഉപവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവിൻ. യഹോവയെ ദൈവമെന്നറിവിൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു. അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ നീക്കമുള്ളത്. അവന്റെ വിശ്വസത തലമുറ തലമുറയായി ഇരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യം എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇപ്പോൾ 1-ാം പാഠഭാഗം വായിച്ച് കേൾക്കാവുന്നതാണ്. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന 1-ാം വേദപാഠം പുറപ്പാട് 14-ാം അധ്യായം 10 മുതൽ 20 വരെ. പുറപ്പാട് 14-10 മുതൽ 20 വരെ. ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രയീമ്യർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അവർ മോശയോട്, മിസ്രയീമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടും നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നത്, നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? മിസ്രയീമ്യർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടയണം എന്ന് ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലേ? മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രയീമ്യർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളി. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിർവഹിക്കുന്നത് എന്ത്? മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറ. വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കാം. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോകും.
എന്നാൽ ഞാൻ മിസ്രൈമിന്റെ ഹൃദയത്തെ കഠിനമാക്കും. അവർ ഇവരുടെ പിന്നാലെ ചെല്ലും. ഞാൻ ഫറവോനിലും അവന്റെ സകല സൈന്യത്തിലും അവന്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തും. ഇങ്ങനെ ഞാൻ ഫറവോനിലും അവന്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ യഹോവയാകുന്നുവെന്ന് മിസ്രൈമർ അറിയും. അനന്തരം ഇസ്രായേലിയരുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. മേഘസ്തംഭം അവരുടെ മുമ്പിൽ നിന്നും മാറി പിമ്പിൽ പോയി നിന്നു. രാത്രി മുഴുവൻ മിസ്രൈമിന്റെ സൈന്യവും ഇസ്രായേലിന്റെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് യഹോവയുടെ മധ്യം വന്നു. അവർക്ക് മേഘവും അന്ധകാരവും ആയിരുന്നു, ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 116. 116 സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കും. യഹോവ എന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തന്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെ അവനെ വിളിച്ചപേക്ഷിക്കും. മരണവാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു. ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവേ, നിന്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. യഹോവ കൃപയും നീതിയും ഉള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെയാണ്. യഹോവ അത്ഭുതം പാലിക്കുന്നു. ഞാൻ കേൾക്കപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു. എൻ മനമേ, നീ വീണ്ടും സുസ്ഥമായിരിക്കുക. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നീ എന്റെ പ്രാണനെ അകന്നു നിന്നും എന്റെ കണ്ണിനെ കണ്ണിൽ നിന്നും നിന്റെ കാലിന്റെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ജീവനുള്ള ഒരു പ്രദേശത്തെ യഹോവയുടെ മുമ്പാകെ നടക്കും. ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നു എന്ന് താൻ എന്റെ പരിക്രമത്തിൽ പറഞ്ഞു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ നിന്റെ പുറകെ കൊടുക്കുന്നു. ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എന്റെ രക്ഷകരെ അവന്റെ സകല ജനവും അംഗീകരിക്കും. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. യഹോവേ, ഞാൻ നിന്റെ ദാസനാകുന്നു. നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ നീ എന്റെ മകനെ രക്ഷിച്ചു. ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരങ്ങളിലും യെരൂശലേമിനെ കണ്ടുകൊള്ളുന്നു. നമുക്ക് ചേർന്ന് വായിക്കാം. ഞാൻ യഹോവയ്ക്ക് എന്റെ രക്ഷകരെ അവന്റെ സകല ജനവും അംഗീകരിക്കും. യഹോവയെ സ്തുതിക്കും. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പുതിയ നിയമ വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 19 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 19 മുതൽ 34 വരെയുള്ള വാക്യങ്ങളെ കേൾക്കും. അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിന്റെ ആശ പോയത് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കിലേക്ക് വലിച്ചു കൊണ്ടുപോയി അധിപതികളുടെ മുമ്പിൽ നിർത്തി. യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി റോമാക്കാരായ നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും ന്യായമില്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. പുരുഷാരവും അവരുടെ നേരെ ഇറങ്ങി. അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചൊരിഞ്ഞ് കോൽ കൊണ്ട് അവരെ അടിപ്പാൻ കൽപ്പിച്ചു. അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. അവൻ ഇങ്ങനെയുള്ള ഒരു കൽപ്പന കിട്ടിയാൽ അവരെ അകത്ത് തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലൊക്കെ തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. കാരാഗ്രഹ പ്രമാണി ഉറക്കുണർന്ന് കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ്, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്നുറക്കെ വിളിച്ചു പറഞ്ഞു.
അവൻ വെളിച്ചം ചോദിച്ചു അകത്തേക്ക് ചാടി വിറച്ചും കൊണ്ടും പൗലോസിന്റെയും ശീലാസിന്റെയും മുമ്പിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്നു. യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അവർ പറഞ്ഞു. പിന്നെ അവർ കർത്താവിന്റെ വചനം അവനോടും അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിനാൽ വീടടക്കം ആനന്ദിച്ചു. ഇവിടെ വായിപ്പാൻ നിശ്ചയിച്ച വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. വചനാധ്യാനത്തിന് മുൻപായി ജ്ഞാനകീർത്തനങ്ങൾ 265 ജ്ഞാനകീർത്തനം 265 ജ്ഞാനകീർത്തനത്തിന്റെ 1-ാമത്തെയും 3-ാമത്തെയും 5-ാമത്തെയും ശരണം. നമുക്ക് പ്രാർത്ഥിച്ചാരംഭിക്കാം. നിങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, നിന്റെ വിശ്വാസികളും അനുയായികളുമായി നിങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നല്ലോ. മതബഹുലതകളുടെ മധ്യത്തിൽ, വിവിധ വിശ്വാസങ്ങളുടെ മധ്യത്തിൽ ശരിയായ വഴിയും മാർഗവും സത്യവും നീയാണെന്ന് തിരിച്ചറിയുവാനും നിന്നെ പിൻപറ്റുവാനും കർത്താവെ വചനകേൾവിയിലൂടെ നീ ഞങ്ങളെ സഹായിക്കണമേ. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. നിന്റെ ദിവ്യവചനങ്ങളിൽ നിന്ന് ദിവ്യ ദർശനങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ.
ക്രിസ്തയേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാത ആരാധനയിൽ വിവിധ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇന്നും ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ ചെയ്യുന്നു. നമ്മുടെ ഭവനങ്ങളൊക്കെ ദൈവിക ആരാധനകളുള്ള ഇടങ്ങളായി രൂപപ്പെടുത്തുന്നതിന് ദൈവത്തിന്റെ വലിയ പദ്ധതിയുടെ ഭാഗമായി ഈ ആരാധനകൾ ഇന്ന് നടക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന വിഷയം ബിലീവിംഗ് ഇൻ ക്രൈസ്റ്റ് ദ വേ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, ഏക മാർഗമായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. പുറപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായം 10 മുതൽ 20 വരെ, സങ്കീർത്തനങ്ങളിൽ 116, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാമത്തെ അധ്യായം 16 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ, അതോടൊപ്പം സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ ആദ്യത്തെ 7 വാക്യങ്ങളും ഇന്നത്തെ ധ്യാനത്തിനായിട്ട് വേർതിരിച്ചിരിക്കുന്നു. പല ക്രിസ്ത്യാനികളും പല വിശ്വാസികളും തെറ്റിപ്പോകുന്ന ഒരു ചിന്തയാണ് മാർഗം, വഴി എന്നുള്ള ചിന്ത. പല വഴികളിൽ ഒന്ന് യേശു ക്രിസ്തു എന്ന് ചിന്തിക്കുവാനാണ് പല വിശ്വാസികൾക്കും ഇന്ന് താല്പര്യം, ഇഷ്ടം. എന്ന് പറയുമ്പോൾ അതൊരു അതിശയോക്തിയല്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. പല സത്യങ്ങളിൽ ഒന്ന്, പല വഴികളിൽ ഒന്ന് എന്ന് പറഞ്ഞ് ഒരു ഡിപ്ലോമാറ്റിക്കായ ഉത്തരം നൽകുന്നത് ഇന്ന് ഒരു വിശ്വാസിക്ക് ഭൂഷണമായി ഞാൻ കരുതുന്നില്ല. മാർഗക്കാർ, വഴിയുടെ ആളുകൾ എന്നാണ് ആദിമകാലത്ത് ക്രിസ്തീയ വിശ്വാസ സമൂഹത്തെ വിളിച്ചിരുന്നത്. ഇന്ന് ലോകമെങ്ങുമുള്ള സകല മ്ലേച്ഛ ദൈവങ്ങളെയും വിഗ്രഹങ്ങളെയും യഹോവയായ ദൈവവുമായി താരതമ്യം ചെയ്ത് പഠിക്കുവാൻ, ആ ദൈവങ്ങളുടെ ഗുണങ്ങളും ആ ദൈവങ്ങളുടെ പ്രത്യേകതകളും യഹോവയായ ദൈവത്തിന്റെ പ്രത്യേകതകളും ഗുണങ്ങളുമായി താരതമ്യം ചെയ്ത് പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനും ഒക്കെ മനുഷ്യർ ശ്രമിച്ചു വരികയാണ്. യേശുക്രിസ്തുവിനെയും അപ്രകാരം താരതമ്യം ചെയ്ത് പഠിക്കുവാനാണ് ഇന്നത്തെ ലോകം ശ്രമിക്കുന്നത് എന്ന് നമുക്ക് ലോകത്തിലേക്ക് നോക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. പഴയ നിയമ വേദഭാഗത്തിൽ വളരെ വ്യക്തമായി ഇതിനെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രക്ഷ വേണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു വഴി മാത്രം, ഇസ്രായേലിൽ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ഒരു പുതുവഴി ദൈവം ഇതാ ഇന്ന് അവർക്കായി തുറക്കുന്നു. പ്രാണഭയത്താൽ ഓടുവാൻ പോലും വഴിയില്ലാതെ, ഇടമില്ലാതെ മുൻപിൽ വഴിമുട്ടി നിൽക്കുമ്പോൾ ദൈവത്തോട് നിലവിളിക്കുന്ന, അതേസമയം ദൈവത്തിന്റെ ദാസനായ മോശയോട് കോപിക്കുകയും ചെയ്യുന്ന ഒരു ജനത്തെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഇസ്രായേൽ ജനത്തെ ദൈവത്തിന്റെ ജനം എന്ന് പറയുന്നതിനോടൊപ്പം അവിടെ പറഞ്ഞിരിക്കുന്നു, അവർ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു എന്ന്. ഇസ്രായേൽ ജനം അല്ലെങ്കിൽ ഇസ്രായേൽ സൈന്യം എന്നും അവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. യുദ്ധം ചെയ്യുവാനോ യുദ്ധമുറകൾ പ്രദർശിപ്പിച്ച് ശത്രുവിനെ ഭയപ്പെടുത്തുവാനോ ഈ യുദ്ധത്തിന് മുന്നോട്ട് പോകുവാനോ സാധ്യമല്ലാതായി തീർന്ന ഒരു സൈന്യം, പ്രാണഭയത്താൽ നിലവിളിക്കുന്ന ഒരു സൈന്യം, ദൈവത്തിന്റെ മുൻപിലും മിസ്രൈമിന്റെ മുൻപിലും ഒരുപോലെ നിന്ന് വിറയ്ക്കുന്ന ഒരു സൈന്യത്തെയാണ്, ഇസ്രായേൽ ജനത്തെയാണ് നമുക്ക് കടൽക്കരയിൽ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവ് മോശ മുഖാന്തരം തന്റെ ജനത്തോട് അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് അവരെ ശക്തീകരിക്കുന്നത് അവിടെ കാണാനായിട്ട് സാധിക്കും. 14-ാമത്തെ അധ്യായം 13-14 വാക്യങ്ങളിൽ, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷയെ കണ്ടുകൊള്ളുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷയെ നിങ്ങൾ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾക്കായി യഹോവ രക്ഷ തുറന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ദൈവം ഒരു വഴി ഒരുക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. രക്ഷയുടെ അനുഭവത്തെ വഴിയായി ഇസ്രായേൽ മക്കളുടെ മുൻപിൽ അവൻ തുറക്കുകയാണ്. അസാധ്യതകളുടെ മധ്യത്തിൽ, മനുഷ്യരാൽ അസാധ്യമായ ഒരു ദൈവങ്ങൾക്കും സാധ്യമല്ലാത്ത അനുഭവത്തെ അവൻ അവിടെ തന്റെ മക്കൾക്കായിട്ട് തുറക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഏക സത്യമാർഗമായ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് തന്നെയാണ് പൗലോസിന്റെയും മറ്റെല്ലാ അപ്പോസ്തലന്മാരുടെയും ജീവിത ലക്ഷ്യം എന്ന് നമുക്കറിയാം.
അതിന് അവരേൽക്കേണ്ടി വന്നതായിട്ടുള്ള കഷ്ടതകൾ നിരവധിയാണ്. തങ്ങളെ അന്യായമായി വിസ്താരം ചെയ്യുകയും വിസ്താരം കൂടാതെ കോൽ കൊണ്ടടിച്ച് കഠിന തടവിലാക്കുകയും ചെയ്ത ഈ ദേശാധിപതികളുടെ പ്രവൃത്തിയെ ന്യായമായി പൗലോസ് എതിർക്കുന്നത് കാണാൻ സാധിക്കും. തങ്ങൾ റോമാ പൗരന്മാരാണെന്ന് അവസാനം അധികാരികളെ അറിയിച്ചപ്പോൾ അധികാരികൾ ഭയപ്പെട്ട് ഓടിവന്ന് അപ്പോസ്തലന്മാരെ വിടുതൽ ചെയ്യുന്നു. നല്ല വാക്ക് പറഞ്ഞ് അവരെ വിടുതൽ ചെയ്യുന്നു. അടി കിട്ടുന്നതിന് മുൻപ്, റോമാക്കാരുടെ ഈ പീഡനങ്ങൾ ഏൽക്കുന്നതിന് മുൻപ് തന്നെ തങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പറയാമായിരുന്നു. തങ്ങൾ റോമാ പൗരന്മാരാണ്, ഞങ്ങൾ പ്രിവിലേജ്ഡ് ആളുകളാണ് എന്ന് വേണമെങ്കിൽ അവർക്ക് പറയാമായിരുന്നു. എന്നാൽ അവരത് പറയാതെ ആ അടി മുഴുവനും ശിക്ഷ മുഴുവനും ഏൽക്കുന്നത് അവിടെ കാണുവാൻ സാധിക്കുന്നു. അത് പറഞ്ഞിരുന്നെങ്കിൽ അപ്രകാരം ഒരു പീഡനം അവർക്ക് ഏൽക്കുവാൻ വരികയില്ലായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ തങ്ങളോ തങ്ങളുടെ ഭൗതികമായ ലൗകികമായ യാതൊന്നിലും ആശ്രയിക്കാതെ പൂർണ്ണമായ ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ഇത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ പീഡനം അവരേൽക്കുകയാണ്. കഷ്ടത ദൈവഹിതമെന്ന് മനസ്സിലാക്കി അതിന് ഒരു കാരണവും ഉണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് അവരത് ഏൽക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഈ അപ്പോസ്തലന്മാർ തടവിൽ ആക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് ആ കാരാഗ്രഹ പ്രമാണിയും അവരുടെ കുടുംബവും രക്ഷ പ്രാപിക്കുവാൻ ഇടയായിത്തീരുക? നിത്യമായ നരകത്തിലേക്ക്, നിത്യമായ നാശത്തിലേക്ക് പോകുമായിരുന്ന ഈ കുടുംബം അപ്പോസ്തലന്മാരുടെ പീഡനം ഏൽക്കേണ്ടി വന്നതിലൂടെ നിത്യമായ രക്ഷയുടെ അനുഭവത്തിലേക്ക് പോകുവാൻ ഇടയായിത്തീരും. ഏത് വിധേനയും ഏവനെയും നേടുക എന്നുള്ളതാണ് അപ്പോസ്തലന്റെ മിഷൻ സ്ട്രാറ്റജി എന്ന് നമുക്കറിയാം. ഏവരെയും നേടേണ്ടതിന് എല്ലാവർക്കും വേണ്ടി എല്ലാമായിത്തീരുന്ന പൗലോസ്. ഇത് അദ്ദേഹത്തിന്റെ മിഷനറി പ്രവർത്തനങ്ങളുടെ ഒരു പ്രത്യേകതയായി മിഷൻ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ കാണാൻ കഴിയും. കർത്താവ് തോമസിനോട് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. കർത്താവിൽ പ്രിയരെ, ഏതെങ്കിലും ഒരു രക്ഷാ സിദ്ധാന്തത്തെക്കുറിച്ചോ രക്ഷാപദ്ധതിയെക്കുറിച്ചോ രക്ഷാവഴിയെക്കുറിച്ചോ അല്ല ഇവിടെ പറയുന്നത്. അസാധ്യതകളുടെ മധ്യത്തിൽ, അവിശ്വാസങ്ങളുടെ മധ്യത്തിൽ, ജീവിതത്തിലെ മരണത്തിനും ജീവിതത്തിനും ഇടയിൽ വേർതിരിക്കുന്ന ഈ ചെറിയ അനുഭവത്തിൽ ശാശ്വതവും ഉറപ്പുള്ളതുമായ ഒരു വലിയ വഴി തുറക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ച്, ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടുമില്ലാത്ത ഒരു വലിയ പദ്ധതിയെക്കുറിച്ച്, ഉറപ്പുള്ളതും യാഥാർത്ഥ്യവുമായ ദൈവിക പദ്ധതിയെക്കുറിച്ച് മറ്റാർക്കും നൽകുവാനും തുറക്കുവാനും സാധ്യമല്ലാത്ത ഒരു വഴിയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ ശരണപ്പെടുകയും. ഈ കർത്താവിൽ ശരണപ്പെടുവാൻ നമുക്ക് സാധിക്കുന്നു. ശാശ്വതമായ നിത്യതയുടെ മാർഗം നമുക്ക് മുൻപിലായി അവൻ തുറന്നിരിക്കുന്നു. നാം അവനിലൂടെ ദൈവത്തിന്റെ നിത്യമായ സ്നേഹത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കുവാൻ ഇടയാകണം. നാം ഇന്ന് ചിന്തിച്ച ചിന്തകളെ ഒന്ന് ക്രോഡീകരിച്ചാൽ 2-3 ആശയങ്ങൾ അതിൽ കാണുവാനായിട്ട് സാധിക്കും. ഒന്ന്, കർത്താവ് കാണിച്ച വഴി ജീവിതത്തിന് പൂർണ്ണത നൽകുന്നതാണ്. കർത്താവ് നമുക്കായി നൽകിയിരിക്കുന്ന വഴി നമ്മുടെ ജീവിതത്തിന് പൂർണ്ണത നൽകുന്നതാണ് എന്ന് കാണുവാൻ കഴിയും. 2, മനുഷ്യന്റെ രക്ഷയ്ക്കായി ഏക സത്യമാർഗം അത് യേശുക്രിസ്തു മാത്രമാകുന്നു. ഏക സത്യമാർഗം നമ്മുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്നത് യേശുക്രിസ്തു മാത്രമാണ് എന്ന് അവിടെ കാണുന്നു. കഷ്ടതകളുടെ മാർഗമാണ് ഈ മാർഗം എങ്കിലും ഇതിന്റെ മുഖമുദ്ര കഷ്ടതയാണെങ്കിലും നിത്യജീവനാണ് അതിന്റെ അന്ത്യം എന്നും ഈ വേദഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. കഷ്ടതയാണ് ഈ മാർഗത്തിന്റെ മുഖമുദ്ര, എന്നാൽ നിത്യജീവനാണ് അതിന്റെ അന്ത്യം. ഈ ഒരു വിശ്വാസത്തിൽ നമുക്ക് കർത്താവിന്റെ പിന്നാലെ പോകുവാനായിട്ട് സാധിക്കട്ടെ. ഇന്നത്തെ ദിവസം കേട്ടതായിട്ടുള്ള വചനത്തിന്റെ വെളിച്ചത്തിൽ വഴിയും സത്യവും ജീവനുമായ കർത്താവിനോട് കൂട്ടായ്മ ആചരിച്ച് ആ വഴി തിരഞ്ഞെടുത്ത് നിത്യജീവന അവകാശികളായി തീർവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മെ ശക്തീകരിക്കുകയും നമ്മെ ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, നീ നൽകിയതായിട്ട് എല്ലാ മുഖാന്തരങ്ങൾക്കും നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമാണ് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു.
കർത്താവ് നിത്യമായ വഴി ഞങ്ങൾക്ക് മുൻപിലായി നീ തുറന്നിരിക്കുന്നല്ലോ. കഷ്ടതയുടെ മധ്യത്തിൽ കർത്താവെ നിത്യതയുടെ അനുഭവം നീ ഞങ്ങൾക്കായിട്ട് തുറക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അത് തിരിച്ചറിയുവാനും കർത്താവെ ആ വഴിയിൽ യാത്ര ചെയ്യുവാനും നീ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ കൂട്ടായ്മ എപ്പോഴും ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ ബലം ഞങ്ങൾക്ക് തുണയായിരിക്കണമേ. വഴി നടത്തണം. പ്രാർത്ഥന ഘടനായി സ്തോത്രം ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം ഏറ്റുപറയാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് ചൊല്ലാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുൻപ് പ്രാർത്ഥനാ ഗാനമായി കൺവെൻഷൻ പാട്ടുപുസ്തകം സ്തുതികീർത്തനങ്ങളിൽ 161 Amen.
സ്വീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങളുടെ രാജ്യത്തെയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. പട്ടക്കാർക്കും ജനങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ ശുശ്രൂഷന്മാരെ നീതി ധരിപ്പിക്കണമേ. നീ തെരഞ്ഞെടുത്ത ജനങ്ങളെ സന്തോഷിപ്പിക്കണമേ. സർവശക്തനുമായ ദൈവമേ, എല്ലാ നല്ല ദാനവും തിരിഞ്ഞവരുമൊക്കെ നിങ്ങൾ നിന്നല്ലോ വരുന്നത്. ഞങ്ങളുടെ എപ്പിസ്കോപ്പമാർ, പട്ടക്കാർ, സഭാപ്രവർത്തകർ എന്നിവരുടെ മേലും അവരുടെ വിചാരണയുള്ള ജനങ്ങളുടെ മേലും നിന്റെ കൃപയുടെ സുഖകരമായ ആത്മാവിനെ അയക്കണമേ. അവർ നിന്നെ സത്യമായി പ്രസാദിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ നിന്നെ അനുഗ്രഹമാകുന്ന നിരന്തരമായ മഞ്ഞ് പൊഴിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കാര്യസ്ഥനും മധ്യസ്ഥനുമായ യേശുമശിഹായുടെ ബഹുമാനത്തിനായി ഇതിനെ നൽകണമേ. ആമേൻ. സുവിശേഷ പ്രസിദ്ധിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജാതികളുടെ ഇടയിൽ അവന്റെ മഹത്വം, ഭൂമിയിലെ സകല ജാതികളെയും ദൈവമേ ക്രിസ്തേതരായ ലക്ഷങ്ങളെ ഓർക്കണമേ. നിന്റെ സാദൃശ്യത്തിൽ അവർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിലും നിന്റെ സ്നേഹത്തെ അവർ അറിയുന്നില്ലല്ലോ. നിന്റെ വിശുദ്ധ സഭയുടെ പ്രാർത്ഥനകളാലും പ്രയത്നങ്ങളാലും അവരെല്ലാവരും സകല അന്ധതയിൽ നിന്നും അവിശ്വാസത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട് നിന്റെ പുത്രനായ യേശുമശിഹായുടെ പാപപരിഹാരയാഗത്തിനൊത്തവണ്ണം നിന്നെ ആരാധിക്കുമാറാകണമേ. ഞങ്ങളുടെ രക്ഷയ്ക്കായി നീ യേശുവിനും എല്ലാ വിശ്വാസികളുടെ പുനരുദ്ധാനവും ജീവനുമായ ആ യേശുമശിഹാ മുഖാന്തരം ഇതിനെ നിവർത്തിക്കുമാറാകണമേ. ക്രിസ്തീയ ഐക്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്ന എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് അരുളിച്ചത് കർത്താവായ യേശുമശിഹായെ, ഞങ്ങളുടെ പാവങ്ങളെല്ലാം നിന്റെ സഭയുടെ വിശ്വാസത്തെ ഓർത്ത് നിന്റെ ഇഷ്ടത്തിനനുസൃതമായി സമാധാനവും ഐക്യവും നിന്റെ സഭയ്ക്ക് നൽകണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സൺഡേ സ്കൂളുകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? പൈതങ്ങളെ പരിപാലിച്ച് വളർത്തുവാൻ എന്റെ വിശുദ്ധ സഭയെ വരമേൽപ്പിച്ചിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ ദൈവമേ, എല്ലാ സൺഡേ സ്കൂളുകൾക്ക് വേണ്ടി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അത് പഠിക്കുന്നവരെയും പഠിപ്പിക്കുന്നവരെയും നിന്റെ ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കണമേ. നിന്റെ സത്യത്തെ കുറിച്ചുള്ള അറിവിൽ അവർ ഉല്ലസിച്ച് നിന്നെ ആരാധിപ്പാനും തങ്ങളുടെ ആയുഷ്കാലമെല്ലാം നിനക്ക് സേവനം ചെയ്ത് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ അനുഭവിപ്പാനും അവരെ നീ സഹായിക്കണമേ. വിദ്യാലയങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ശിശുക്കളിന്റെ അടുക്കൽ വരുവാൻ വിടുവിനെന്ന് നിന്റെ വാഴ്ത്തപ്പെട്ട പുത്രൻ അരുളി ചെയ്തുവല്ലോ. എല്ലാ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അനുഗ്രഹിച്ച് അവരുടെ പ്രയത്നങ്ങളെ സഫലമാക്കണമേ. കുഞ്ഞുങ്ങളുടെ മനസ്സുകൾ ജ്ഞാനത്താൽ പ്രകാശിക്കപ്പെടുന്നോറും പരിശുദ്ധാത്മാവിനാൽ അവരുടെ ഹൃദയങ്ങളിൽ ദിനം പ്രതി നിന്നോട് നിന്റെ പുത്തുന്നു ഞങ്ങളുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹത്താൽ നിറയപ്പെടുവാനും കൃപ അരുളണമേ. ലോകസമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവ രാജാവായി എന്നേക്കും വാഴുന്നു. സത്യത്തിന്റെയും സമാധാനത്തിന്റെയും ഉറവയാകുന്ന സർവശക്തനായ ദൈവമേ, നിന്റെ സ്നേഹത്തെ കുറിച്ചുള്ള അറിവുകൊണ്ട് ഭൂമി മുഴുവൻ നിറയോളം ശാന്തതയിൽ നിന്റെ രാജ്യം പുരോഗമിക്കത്തക്കവണ്ണം സകല മനുഷ്യരിലും സമാധാനത്തിനായ യഥാർത്ഥ വാഞ്ച ഉളവാക്കണമേ. എല്ലാ രാജ്യങ്ങളിലും നേതൃത്വം വഹിക്കുന്നവരുടെ ഹൃദയങ്ങൾ വിശുദ്ധവും സമാധാനപരമായ ജ്ഞാനം കൊണ്ട് നടത്തണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മുഖാന്തരം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. രോഗികൾക്കും
നഷ്ടപ്പെടുന്നവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നുറുങ്ങിയ ഹൃദയമുള്ളവരെ അവൻ കടാക്ഷിക്കുന്നു. അവരുടെ രോഗമൊക്കെ സൗഖ്യമാക്കുന്നു. ജീവന്റെയും ആരോഗ്യത്തിന്റെയും ദാതാവായ സർവശക്തനായ പിതാവേ, സകല രോഗികളെയും ദുഃഖിതരെയും നിങ്ങൾ തിരുവൻപാകെ ഓർക്കുന്നു. അവരെ നീ കരുണയോട് ദർശിക്കണമേ. തിരുവിഷ്ണുവായാൽ അവരുടെ ശരീരത്തിലും ആത്മാവിലും സൗഖ്യം പ്രാപിച്ച് വിശുദ്ധ സഭയിൽ നിന്നെ സ്തുതിപ്പാൻ തക്കവണ്ണം അവരെ ശുശ്രൂഷിക്കുന്നവരെയും അനുഗ്രഹിക്കണമെന്ന് യേശു മശിഹാ മുഖാന്തരം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആശുപത്രികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ നമ്മുടെ ബലഹീനതകളെ ഏറ്റെടുത്തു. അവൻ നമ്മുടെ വ്യാധികളെ ചുമന്നു. നന്മ ചെയ്തുകൊണ്ടും സകല രോഗങ്ങളെ സൗഖ്യമാക്കിക്കൊണ്ടും സഞ്ചരിച്ച യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവമേ, ഈ കാരുണ്യ പ്രവൃത്തി ഞങ്ങളുടെ ആശുപത്രികളിലും ആതുരാലയങ്ങളിലും തുടർന്നു കൊള്ളണമേ. രോഗികളെ സൗഖ്യമാക്കുകയും ആശ്വസിപ്പിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. വൈദ്യന്മാർക്കും പരിചാരകർക്കും ജ്ഞാനവും സാമർത്ഥ്യവും സഹതാപവും ക്ഷമയും നൽകണമേ. വേദന ശമിപ്പിക്കുന്നതിനും ഇല്ലായ്മ ചെയ്യുന്നതിനും നിന്റെ സ്നേഹോദ്ദേശങ്ങളെ പുരോഗമിപ്പിക്കുന്നതിനും ശ്രമിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമെന്ന് യേശു മശിഹാ മുഖാന്തരം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ദൂരസ്ഥരായ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവയുടെ ദയോ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും സർവശക്തനുമായ ദൈവമേ, ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കുന്ന എല്ലാവരെയും നിന്റെ കരുണയുള്ള സംരക്ഷണയിലും കാവലിലും ഞങ്ങൾ പരമേൽപ്പിക്കുന്നു. നിന്നോടുള്ള സംസർഗത്തിൽ അവർ സമീപസ്ഥരാകുന്നുവല്ലോ. തിരുകൂട്ടായ്മയിൽ നിന്ന് അകന്നിരിപ്പാൻ അവരെ സമ്മതിക്കരുതേ. ധന്യവും പരിശുദ്ധമായ തിരുസംസർഗത്തിൽ ഞങ്ങളെയും അവരെയും കാത്തുകൊള്ളണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മശിഹാ മുഖാന്തരം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ജന്മനാൾ കൊണ്ടാടുന്നവരെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. സർവശക്തനുമായ ദൈവമേ, ഞങ്ങളുടെ നാളുകൾ പെരുകുന്നത് നിന്റെ കൃപ കൊണ്ട് മാത്രമാകുന്നുവല്ലോ. കഴിഞ്ഞ ഒരാഴ്ചയിൽ ജന്മദിനവും വിവാഹ വാർഷികവും കൊണ്ടാടിയതിന്റെ മക്കളെ തിരുവൻപാകെ ഞങ്ങൾ ഓർക്കുന്നു. വേറെ ഒരു പുതിയ ആണ്ടിലേക്ക് നീ അവരെ സുഖത്തോടും സമാധാനത്തോടും കൊണ്ടുവന്നതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കാലത്തെ അവരുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചവരുടെ ആയുസിന്റെ എല്ലാ നാളും അവരോടുകൂടെ ഇരിക്കണമേ. തിരുകൃപാ പ്രകാശത്തിൽ അവരെ നടത്തുകയും മഹത്വരാജ്യത്തിനായി അവരെ ഒരുക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മശിഹാ മുഖാന്തരം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഭാരത രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെയുണ്ട്. കർത്താവേ, ഇന്ത്യ രാജ്യത്തെ കരുണയോട് കടാക്ഷിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഈ രാജ്യത്തുള്ള എല്ലാവരും ഒത്തൊരുമിച്ച് രാജ്യത്തിന്റെ ഭാരങ്ങളെ വഹിപ്പാൻ പ്രാപ്തരാകേണ്ടതിന് ഞങ്ങളിൽ നിന്ന് സകല ഭിന്നതകളും ഷണ്ടകളെയും നീക്കിക്കളയണമേ. രാജ്യത്തിന്റെ ക്ഷേമത്തിനായി ഓരോരുത്തരിൽ നിന്നും ആവശ്യപ്പെടുന്ന സേവനം ഞങ്ങളുടെ പ്രാപ്തിക്കനുസരണമായി ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പൊതു ആവശ്യ പ്രവൃത്തിക്കായി സകലരുടെ സ്വാർത്ഥമായ അനാസ്ഥയും ഞങ്ങളിൽ നിന്ന് ഇല്ലാതാക്കണമേ. ദർശനമില്ലാതിരിക്കുന്നിടത്ത് ജനങ്ങളും രാഷ്ട്രങ്ങളും നശിക്കുന്നത് കൊണ്ട് നിന്റെ സത്യത്തെയും നീതിയെയും കുറിച്ചുള്ള ദർശനം ഞങ്ങൾക്ക് നൽകണമേ. ഈ രാജ്യത്ത് അധികാരം വഹിക്കുന്ന എല്ലാവരും നേരായും പക്ഷപാതം കൂടാതെയും ന്യായത്തെ നടത്തുവാൻ അവർക്ക് വേണ്ടി ജ്ഞാനവും പരമാർത്ഥതയും നൽകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രത്യേകമായി അപേക്ഷിക്കുന്നു. പിതാവേ, നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു മുഖാന്തരം ഇതിനെ നൽകണമേ. ഭരണാധികാരികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. സർവശക്തനായ ദൈവമേ, മനുഷ്യവർഗം ശരിയായി ഭരിക്കപ്പെടേണ്ടതിന് ഭരണാധികാരികൾക്ക് ആധിപത്യം നീ നൽകുന്നുവല്ലോ. ഞങ്ങളുടെ ദേശത്തെ ഗവർണറെയും മന്ത്രിമാരെയും മറ്റു ഭരണാധികാരികളെയും കൃപയോടെ കടാക്ഷിക്കണമേ. നീ അവരെ ഫലമേൽപ്പിച്ചുള്ള അധികാരത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനും സമാധാനത്തിനും നന്മയ്ക്കുമായി ഉപയോഗിപ്പാനിട നൽകണമെന്ന് അവർക്ക് വേണ്ടതായ ആലോചനകളെയും തിരുവിധ അനുസരിച്ച് നൽകുവാൻ
നിനക്ക് ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മശിഹാ മുഖാന്തരം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ദക്ഷിണേന്ത്യ സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് പ്രത്യാശയോടും ഐക്യത്തോടും കാത്തിരുന്ന സഭയ്ക്ക് നിന്റെ പരിശുദ്ധാത്മദാനത്തെ നൽകിയ ദൈവമേ, ഇവിടെ നിന്നെ ആരാധിക്കുന്നവരായ ഞങ്ങൾ അത്ഭുതകരമായ വിധത്തിൽ ഒരു ഏകദൈവത്തിലേക്ക് നീ കൂട്ടിച്ചേർത്തിരിക്കുന്നുവല്ലോ. നിങ്ങളിൽ നിന്ന് വലിയ കാര്യങ്ങൾ പ്രതീക്ഷിപ്പാനും നിനക്കായി വലിയ കാര്യങ്ങൾ നിർമ്മിപ്പാനും തക്കവണ്ണം തങ്ങളുടെ ജീവിതത്തിലും ആരാധനയിലും ആ പരിശുദ്ധാത്മാവിന്റെ സഹായം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ വിനീതമായി നിന്നോട് അപേക്ഷിക്കുന്നു. അങ്ങനെ ഞങ്ങൾ നിങ്ങളൊന്നായി തീർന്ന് ഞങ്ങളുടെ കർത്താവായ യേശുവിനെ നീ അയച്ചുവെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ഞങ്ങളിലൂടെ നീ കൃപ ചെയ്യണമേ. അവനും നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്തേക്ക് മനസ്സോടെ നിങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2 or 3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷകളും പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാന്റെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാവണ്ണം നിവൃത്തി വരുത്തി ഈ ലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരണമേ. വിശുദ്ധാരാധനയുടെ അവസാനമായി ക്രിസ്തീയ ഗീതങ്ങളിൽ 163 ഗീതം 163. പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകൾ വണക്കാം. ഈ ഒരു ദിവസം പ്രഭാതത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമ്മുടെ ഭവനങ്ങളിൽ സഹായിച്ചു. അതിനായിട്ട് സ്തോത്രം ചെയ്തുകൊണ്ട് ഈ ആരാധന പ്രാർത്ഥിച്ച് അവസാനിക്കും. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, നിന്റെ മുൻപാകെ വിശ്വസ്തരായിരിക്കാൻ തക്കണം നീ ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചു. നിന്റെ ജനമായി നിന്റെ സൈന്യമായി ഞങ്ങൾ നിർത്തിയിരിക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സാക്ഷ്യമുള്ള അനുഭവത്തോടെ ദിനംതോറും കർത്താവ് ജീവിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളിൽ ക്രിസ്തു വളരുന്ന അനുഭവം ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഞങ്ങളുടെ ഭവനങ്ങളിലും കർത്താവെ ക്രിസ്തുവിന്റെ സാന്നിധ്യമുള്ള അനുഭവം നീ ഞങ്ങൾക്ക് ഈ പ്രഭാതത്തിൽ നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ലഭിച്ച ദർശനത്തിനനുസരിച്ച് ജീവിപ്പാൻ ഈ പുതിയ ആഴ്ച നീ ഞങ്ങളെ സഹായിക്കണമേ.
ഞങ്ങളെല്ലാ പ്രിയമുള്ളവരെയും സമർപ്പിച്ച് വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു, അവരെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. ഞങ്ങളെ കർത്താവിന് മുൻപാകെ കൊണ്ടുവരുന്നു. ഇതിന്റെ ആലയത്തിൽ ആരാധിക്കുന്ന നാൾ വരെയും ഞങ്ങളെ ഓരോരുത്തരെയും പുലർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾ കൊണ്ട് നിറയ്ക്കണം. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണം. പ്രാർത്ഥന കേട്ടതായ സ്തോത്രം ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വിശ്വാസമുള്ള ഹൃദയത്തോടെ കർത്താവിന്റെ ആശീർവാദം കൈക്കൊള്ളുവിൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ദൈവത്തെയും അവന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. കർത്താവ് നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ.